ഇതില് മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് തവാസുൽ ത്രൂ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ തവാസുൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ടൈമിൽ നമ്മൾ തവാസുൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 14 ദിവസം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക വരുന്ന റിപ്ലൈ എന്ന് പറയുന്നത് കമ്പൽസറി ബോർഡർ എക്സ്റ്റൻഷൻ ആണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ആരെങ്കിലും തവാസുൽ റിക്വസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തവാസുൽ റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോർഡർ എക്സ്റ്റൻഷൻ തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മുടെ വിസ എക്സ്റ്റൻഷൻ ആവുകയുള്ളൂ. പിന്നെ മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ എക്സ്റ്റൻഷന് കൊടുക്കുന്ന സമയത്ത്, അതായത് തവാസുൽ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ബോർഡർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യണം. പാസ്പോർട്ട് നമ്പറും അതേപോലെ തന്നെ വിസ നമ്പറും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിൻ്റെ ബോർഡർ നമ്പർ കറക്റ്റായിട്ട് കോമട്ടഡ് ഇങ്ങനെ എഴുതി കൊടുക്കണം. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ബോർഡർ നമ്പർ മിസ്സായി കഴിഞ്ഞാൽ അവരുടെ വിസ എക്സ്റ്റൻഷൻ ആവുകയില്ല. അപ്പം എല്ലാ ആളുകളുടെയും ബോർഡർ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ചെറിയ നമ്പർ കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ അതിൻ്റെ കണ്ടന്റ് എഴുതണം. 3 month തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ വേണമെന്നുള്ള കാര്യം അതിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക. പിന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ തന്നെ നമ്മൾ ഇൻഷുറൻസും അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസും എടുക്കണം. അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും എക്സ്റ്റൻഷനുള്ള ഫീ അടയ്ക്കണം. എന്നിട്ട് നമ്മൾ പിന്നുള്ള ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് നമ്മൾ വെക്കേണ്ടത് നമ്മളെ എപ്ഷറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്, അതായത് നമ്മളെ എറർ മെസ്സേജ്, അത് ഫസ്റ്റായിട്ട് വെക്കുക. പിന്നെ സെക്കൻഡ് പേപ്പർ ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കേണ്ടത് നമ്മളെ ഫീസ് അടച്ച പേപ്പർ, പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ഇൻഷുറൻസ് അടിച്ച പേപ്പർ, പിന്നെ വിസ, അതിനുശേഷം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ്. എങ്ങനെ ഫയലാക്കിയതിന് ശേഷം നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുക. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് മാക്സിമം 4 ദിവസം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള റെഫറൻസ് നമ്പർ ഉണ്ടാവും. അതായത് നമ്മൾ തവാസുൽ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു റെഫറൻസ് നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് അവർ അയച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എൻക്വയറി ചെയ്ത് നോക്കാം. എൻക്വയറി നോക്കുന്ന സമയത്ത് നമുക്ക് വിസ എക്സ്റ്റൻഷൻ ഒന്നും ആയിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബോർഡർ എക്സ്റ്റൻഷൻ ആണ്. ഒന്നുകിൽ ബഹ്റൈനിലോ അല്ലെങ്കിൽ ജോർദാനിലോ പോയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ. സെക്കൻഡ് ടൈമിൽ മാത്രമേ ചെറിയൊരു ഒരു പ്രോബ്ലം വരുന്നുള്ളൂ. സെക്കൻഡ് ടൈമിൽ തോന്നി അവർ പറയുന്നത് ബോർഡർ എക്സ്റ്റൻഷൻ മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ത്രൂ വെബ്ഷെയർ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ വേറെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിലധികം, അതായത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ആളുകൾക്ക് ബോർഡർ എക്സ്റ്റൻഷൻ ആയിരിക്കും ഏറ്റവും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.